കേരളത്തിലെ തന്നെ അതിപുരാതനമായ പള്ളികളിലൊന്നായ കാഞ്ഞിരമറ്റം മലയപ്പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മതസൗഹാർദ്ദം ഇന്ന് കേവലം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരികയാണ് ഇവിടം. അത് അനുഭവിച്ചറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരിക തന്നെ വേണം. കാഞ്ഞിരമറ്റം പള്ളി എന്ന് പറയുമ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട അതിപുരാതന മസ്ജിദാണ്. സാധാരണ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു അമ്പലം അത് അറിയപ്പെടണമെങ്കിൽ അതിൻ്റെ വാസ്തുശില്പവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത് വളരെയധികം പുരാതനമായ ഒരു കെട്ടിടമാണ് എന്ന നിലക്കൊക്കെ ആയിരിക്കും. എന്നാൽ അതിലുപരി കാഞ്ഞിരമറ്റം പള്ളി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും പ്രശസ്തമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാനായ ഷെയ്ഖ് ബാബ ഫരീദുദ്ദീൻ വലിയുല്ലാഹി കഞ്ചുശക്കർ എന്ന ഒരു വലിയ മനീഷിയുടെ പേരിലാണ്. ഏതാണ്ട് ഒരു 750 വർഷത്തിലധികമായി അദ്ദേഹം മരണപ്പെട്ടിട്ട് 1200 ചെല്ലാൻ വർഷത്തിൽ മരണപ്പെട്ട അദ്ദേഹം 750 വർഷങ്ങൾക്ക് ശേഷവും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ അകത്തും പുറത്തും സ്മരിക്കപ്പെടാനും ഓർക്കപ്പെടാനും അദ്ദേഹത്തിന്റെ പേരിൽ ജനങ്ങൾ നിരന്തരം വന്നു പോകാനും കാരണമായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വലിയ അനിഷേധ്യമായ സത്യമാണ്. അല്ല, ഇവിടെ വരുമ്പോൾ നമുക്കൊരു മറ്റുള്ള ഒരു മത സൗഹാർദ്ദത കാണിക്കുക, അതാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് എല്ലായിടത്തും വ്യത്യാസമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റിൽ വന്ന സമയത്ത് ഞാൻ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇവിടെയുള്ള അവർ വിളിച്ചിട്ട് എന്നെ ഉള്ളിൽ കയറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉള്ളിൽ കയറിയിട്ട് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞിട്ട് പോകാം. അന്ന് മുതൽക്ക് പിന്നെ ഇവിടെ പതിയെ പോകുമ്പോൾ മലയ്ക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. മറ്റുള്ളവരുടെ വിശ്വാസം നമുക്കറിയില്ല, അത് ചോദ്യം ചെയ്യാനോ നമുക്ക് അവകാശമില്ല. അവർ വരുന്നുണ്ട്, ആ വരവ് ഇവിടെ തടയപ്പെടുന്നില്ല എന്നുള്ളതും അവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതും കാഞ്ഞിരമറ്റം ദർഗാ ഷരീഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഞ്ഞിരമറ്റം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി, മതേതരത്വ നിർമ്മിതിക്ക് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് വഹിക്കുന്ന നിസ്തുലമായിട്ടുള്ള ഒരു പങ്കാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ വർഷം പിന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോയ ഒരു വാഹനം കാഞ്ഞിരമറ്റം പള്ളിയുടെ പരിസരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടപ്പോൾ ഏതാണ്ട് ഒരു 50ഓളം പേരടങ്ങുന്ന അയ്യപ്പന്മാർ, സ്വാമിമാർ അപകടത്തിൽപ്പെട്ടപ്പോൾ അവർ രാത്രിയിൽ അഭയം തേടി വന്നത് ഈ പള്ളിയിലേക്കാണ്. ഈ പള്ളിയിലേക്ക് അഭയം തേടി വന്നപ്പോൾ അതൊരു കൗതുകം തോന്നി. കാരണം വർത്തമാന ഇന്ത്യയിൽ അതൊരു കൗതുക വാർത്തയാണ്. നേരത്തെ അതൊരു കൗതുകമായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു ഘട്ടമായിരുന്നുവെങ്കിൽ ഇന്ന് അത് വലിയൊരു അത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൗതുകകരമായിട്ടുള്ള വാർത്തയായി തോന്നിയതിന്റെ പേരിൽ ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ കയറി വന്നപ്പോൾ അവർക്ക് പള്ളിയുടെ ഒരു ഭാഗത്ത്, അതിൻ്റെ മുറ്റത്തുള്ള ചെറിയൊരു ഭാഗത്ത് അവർക്ക് രാത്രിയിൽ കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം, ഒരു മാനുഷിക പരിഗണനയാണത്. അത് മതം നോക്കിയിട്ടല്ല. അങ്ങനെ അപകടം പറ്റിയ ആളുകൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കൊടുക്കേണ്ട മാനുഷികമായിട്ടുള്ള പരിഗണനയാണ്. ആ പരിഗണന വെച്ച് അവർക്ക് അങ്ങനെ ഒരു ഇടം കൊടുത്ത സന്ദർഭത്തിൽ അതൊരു വാർത്ത അത് FB-യിൽ പ്രചരിച്ചപ്പോൾ അന്ന് കിട്ടിയ ഷെയറും അന്ന് കിട്ടിയ ലൈക്കും എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങൾ എത്രത്തോളം ഇത്തരം മതസൗഹാർദ്ദ കൂട്ടായ്മകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇത്തരം വാർത്തകൾക്ക് കിട്ടുന്ന പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ജനസമൂഹം കൊടുക്കുന്നുവെങ്കിൽ കാലഘട്ടത്തിന്റെ ആവശ്യകത തന്നെയാണ് മതസൗഹാർദ്ദം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സൗഹൃദങ്ങൾ, മതഭേദമന്യേ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള
എല്ലാ നിലയിലുമുള്ള പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും കാഞ്ഞിരമറ്റം ദർഗാ ഷരീഫിനെ പോലെയുള്ള ദർഗകൾ അതിന് വളരെയധികം പങ്കുവഹിക്കുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയുള്ളത് പറയുന്നുണ്ട്. അതായത് ബാബർ സ്വാമിയുടെ യഥാർത്ഥ മൂലസ്ഥാനം ഇവിടെയാണ് എന്നൊരു വിഭാഗമൊക്കെ പറയുന്നുണ്ട്. നമ്മളത് അങ്ങനെയാണ് അറിഞ്ഞു വരുന്നതും. ഇപ്പൊ എരുമേലി എന്ന് സങ്കല്പിക്കുന്ന ഒരു ഭാഗം അവിടെ അങ്ങനെ ഒരു ഭാഗം കണ്ടിട്ടില്ല. നമ്മളതിൽ വിശ്വസിക്കുന്നു. മറ്റുള്ള എന്തായാലും ആ ഒരു മതസൗഹാർദ്ദത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗം ഇവിടെ കണ്ടിട്ടില്ല. അതെനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ട് വരുന്നില്ല. എല്ലാവരും ഇനിയും ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. പുറത്തുനിന്നാണെങ്കിൽ ഇങ്ങനെ ഈ ചിലവരൊക്കെ പറഞ്ഞ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു വരുന്നവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കി പോകണം. സഹോദര സഹോദരന്മാരെ പോലെ പോകണം എന്നൊരു ആഗ്രഹം. നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവ് എന്ന് നമ്മളൊക്കെ കരുതുന്നതും വിശ്വസിച്ചു പോരുന്നതും അതിന്റെ ഭരണഘടനയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ആയിട്ടുള്ളത് ഇന്ത്യയുടെ മതേതരത്വം എന്നുള്ളതാണ്. അതിന്റെ സെക്യുലറിസം എന്നുള്ളതാണ്. മതേതരത്വം എന്ന് നമ്മളൊക്കെ വ്യാഖ്യാനിക്കുന്നത് മതനിരാസമല്ല, നേരെ മറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവനവൻ്റെതായ മതം വിശ്വസിക്കുവാനും മറ്റുള്ളവർക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുത്താത്ത വിധത്തിൽ അവനവന്റെ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുവാനുമുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ മതേതരത്വവും മതസൗഹാർദ്ദവും നിലകൊള്ളാൻ ഇത്തരം ദർഗാ ഷരീഫുകൾ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാനാജാതി മതസ്ഥരുടെ ജീവിത സ്ഥലമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ആ മതേതരത്വം തകരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയെന്നത് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കാഞ്ഞിരമറ്റം പള്ളി പോലെയുള്ള ആരാധനാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്.